ഞാൻ ഡോക്ടർ മിന്നു ജി ദേവ്, ചീഫ് സർജൻ ആൻഡ് കോസ്മെറ്റിക് ഗൈനക്കോളജിസ്റ്റ് അറ്റ് സ്മാർട്ട് സർജൻസ്, ട്രിവാൻഡ്രം. ഏജ് കൂടുന്തോറും നമ്മുടെ സ്കിന്നിലുള്ള ഇലാസ്റ്റിനും കൊളാജനും കുറയുന്നു. അതിനാൽ വരുന്ന ഒരു ഇഷ്യൂ ആണ് സ്കിൻ സാഗിങ് ആൻഡ് ഫൈൻ ലൈൻസ്. സോ നമ്മൾ ചിരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ സൈഡിൽ വരുന്ന ആ ലൈൻസ്, അല്ലെങ്കിൽ ഇവിടെ ലിപ്പിൻ്റെ സൈഡിൽ വരുന്ന മാരിയോണേറ്റ് ലൈൻസ്, അങ്ങനെ 2-3 തരം ഫൈൻ ലൈൻസ് ഉണ്ട്. ആൻഡ് റിങ്കിൾസും വരുന്നതാണ് സ്കിന്നിൽ. പക്ഷേ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ കൊളാജൻ റീമോഡലിംഗ്. അപ്പം ഒന്ന് വന്നിട്ട് ബോട്ടോക്സ് ആണ്. സോ ബോട്ടോക്സ് വന്നിട്ട് നമ്മുടെ മസിൽസിനെ റിലാക്സ് ചെയ്തിട്ട് നമ്മുടെ ഫൈൻ ലൈൻസിനെ സ്മൂത്തൻ ഔട്ട് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഫൈൻ ലൈൻസിൻ്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് പല യൂണിറ്റ്സ് ഓഫ് ബോട്ടോക്സ് യൂസ് ചെയ്യേണ്ടി വരുന്നു. സോ 10 to 40 യൂണിറ്റ്സ് മേ ബി ഒരു ഫേസിന് സിംഗിൾ ടൈം സിറ്റിങ്ങിൽ ചെയ്യേണ്ട ആവശ്യം വരാം. ബോട്ടോക്സിൻ്റെ റിസൾട്ട് നമുക്കൊരു 72 hours കാണപ്പെടാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡ്യൂറേഷൻ 6 months വരേക്കുമാണ് നമുക്ക് ആ റിസൾട്ട് കാണപ്പെടുന്നത്. അതിനുശേഷം വീണ്ടും ബോട്ടോക്സ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ ഇത് വന്നിട്ട് നമുക്ക് അപ്പം ഇൻ്റർവെല്ലായിട്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റാണ്. ആൻഡ് സെക്കൻഡ് വൺ ഇസ് ഫില്ലേഴ്സ്. ഫില്ലേഴ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചീക്ക് ഹോളോനെസ്, അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു സ്കിൻ സാഗിങ് മൂലം ഉണ്ടാകുന്ന ഒരു ഹോളോനെസ് ഫേസിൽ ഫില്ല് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേപ്പർ വെയ്റ്റ് പോലത്തെ ഒരു സാധനമാണ് ഫില്ലേഴ്സ്. ഫില്ലറിൽ അടങ്ങിയിരിക്കുന്നത് ഹൈലറോണിക് ആസിഡ് എന്ന പദാർത്ഥമാണ്. അത് ചുറ്റുമുള്ള വാട്ടർ മോളിക്യൂൾസിനെ ഇംബൈബ് ചെയ്തിട്ട് ഒരു പേപ്പർ വെയ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ തൂങ്ങിക്കിടക്കുന്ന കവിളുകൾ അല്ലെങ്കിൽ ഇവിടുത്തെ സ്കിന്നിനെ പുള്ളപ്പ് ചെയ്തിട്ട് അവിടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. തേർഡ് ഓപ്ഷൻ എന്നത് പീഡിയോ ത്രെഡ്സ് ആണ്. അത് വന്നിട്ട് നമ്മുടെ സ്കിന്നിനുള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യേണ്ട ഒരു ത്രെഡാണ്. അപ്പം അത് വന്നിട്ട് നമുക്ക് എവിടെയാണോ സ്കിൻ സാഗിങ് അനുഭവപ്പെടുന്നത് അതിൻ്റെ ഒറിജിൻ പോയിന്റിൽ നിന്ന് ഇൻസേർഷൻ പോയിന്റിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പം അത് ഓവർ ദ ടൈം കൊളാജൻ ബിൽഡപ്പ് ചെയ്തിട്ട് ഒരു സ്കാഫോൾഡിങ് സ്കിന്നിലോട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു 3 to 6 months നമുക്ക് ആ സ്കിൻ ലിഫ്റ്റ് കാണപ്പെടുന്നതാണ്. ഫോർത്ത് ഓപ്ഷൻ അതൊരു മെയിൻ സ്റ്റേ ട്രീറ്റ്മെൻ്റ് അല്ല, എന്നാലും ഈ പറഞ്ഞ 3 ഓപ്ഷൻ്റെ കൂടെ ചെയ്യാവുന്ന ഒരു പ്രൊസീജിയറാണ് ഫേസ് PRP അല്ലെങ്കിൽ GFC. അത് നിങ്ങളുടെ ഓൺ ബ്ലഡിൽ നിന്നുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സിനെ തിരിച്ച് സ്കിന്നിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നതിനാണ്. അപ്പം ഓൾറെഡി ബ്ലഡിലുള്ള ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മുടെ സ്കിന്ന് വരെ എത്താൻ സാധിക്കുന്നതല്ല. സോ അതുകൊണ്ടാണ് നമ്മൾ സ്കിന്നിൽ നിന്ന് ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂഗേറ്റ് ചെയ്തിട്ട് ആ ഗ്രോത്ത് ഫാക്ടറിനെ സ്കിന്നിൻ്റെ സൂപ്പർഫിഷ്യൽ ലെയേഴ്സിലോട്ട് ഇഞ്ചെക്റ്റ് ചെയ്യുന്നത്. ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് പോയിട്ട് നമ്മുടെ ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കൊളാജൻ്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും പിന്നെ ഓവറോൾ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് സ്മൂത്താക്കി കുറച്ചുകൂടെ യൂത്ത്ഫുൾ ആയിട്ടുള്ള അപ്പിയറൻസ് ഓവർ ദ ടൈം ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു.